ഹലോ ഡിയേഴ്സ്. അങ്ങനെ പറഞ്ഞിരുന്ന് ഇന്നാണ് കേട്ടോ ആ ദിവസം. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്നത് എന്നാണ്. ജൂലൈയിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് അപ്പോഴേ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായിരുന്നതാണ്. പക്ഷെ അന്ന് പോകേണ്ടി വന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാർ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിരുന്നു. ഇനി അതൊക്കെ വീണ്ടും തിരികെ വെക്കണം. പാക്കിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഞാനൊരു ലിസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇതുപോലെ മാറി നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു സാധനങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി A to Z സാധനങ്ങളുടെ ലിസ്റ്റ് ആദ്യം എഴുതി. എന്നിട്ട് ആ ലിസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണത്. ഞാനിനി എല്ലാവരും മിസ് ചെയ്യും. എസ്പെഷ്യലി എൻ്റെ കുഞ്ഞിനെയും അമ്മണീനെയും. അവരെ പിരിയുന്ന കാര്യം എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോ ഫ്രെയിംസുകൾ പൊതിയാനുണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു ബ്ലാങ്കറ്റ്സിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചത്, പൊട്ടാതിരിക്കാനായിട്ട്. പിന്നെ ആദ്യം ഇതിൻ്റെ അടിയിൽ സോപ്പ് പൊടി, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ വെക്കുന്നത്. മെയിനായിട്ട് ഈ ഒരൊറ്റ ബാഗേ ഉള്ളൂ. പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗും പിന്നെ ഒരു ചെറിയ ബാഗുമാണ്. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഈ ബാഗിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻ പാക്കിങ് കഴിഞ്ഞു. ഇനി അമ്മയുടെ വക കുറച്ച് അച്ചാർ, ചമ്മന്തിപ്പൊടി, കാച്ചിയ എണ്ണ, അത്രയും കൂടി പാക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, സീ യു.